പ്രിയമുള്ളവരെ നമസ്കാരം. പവി കെയർടേക്കർ, ദിലീപ് നായകനായി എത്തുന്ന പവി കെയർടേക്കർ നല്ലൊരു സിനിമയാണ്. മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ജനപ്രിയ നായകൻ എന്നുള്ള ദിലീപിൻ്റെ ആ പേര് വീണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സിനിമ കൂടിയാണത്. മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബി ഹൗസ്, തെങ്കാശിപ്പട്ടണം, പറക്കും തളിക, അതുപോലെ മൈ ബോസ് തുടങ്ങിയ ഒത്തിരി നല്ല സിനിമകൾ ദിലീപിൻ്റെ കരിയറിലുണ്ടായിട്ടുണ്ട്. ആ സിനിമകളുടെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പവി കെയർടേക്കർ. ഇടയ്ക്ക് നമുക്ക് തോന്നും ബോഡി ഗാർഡ് എന്ന ദിലീപ് സിനിമയുടെ തന്നെ ഒരു രണ്ടാം ഭാഗമാണോ എന്ന് തോന്നുമെങ്കിൽ പോലും സിനിമ ഒരു പ്രാവശ്യം തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള വകുപ്പുണ്ട്. ദിലീപ് വീണ്ടും ജനങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ഒരു സിനിമ. വിനീത് കുമാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സാധാരണ ദിലീപ് പടങ്ങളിലൊക്കെ ദിലീപിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു കോമഡി നടൻ ത്രൂ ഔട്ട് ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഹരിശ്രീ അശോകനാണ്, അല്ലെങ്കിൽ സലീം കുമാർ. അങ്ങനെ ഒത്തിരി നടന്മാരുടെ കൂടെയുള്ള ഒരു കളിയായിരുന്നു ദിലീപ് സിനിമകളിൽ 90%. പക്ഷേ ഇത് ദിലീപ് ഒറ്റയ്ക്കാണ്, അതായത് ഒരു വൺ മാൻ ഷോ. ദിലീപിൻ്റെ ഒരു വൺ മാൻ ഷോയിലൂടെ ദിലീപ് നമ്മളെ വീണ്ടും ഒരു കുടുംബ സദസ്സുകളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന രീതിയിലാണ് ഈ സിനിമയിലെ ദിലീപിൻ്റെ വേഷം. ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിയ ഒരുവിധം പടങ്ങളെല്ലാം തന്നെ പൊട്ടിപ്പാളീസായതാണ്. അത് ദിലീപിൻ്റെ പേഴ്സണലായിട്ടുള്ള ചില ഇഷ്യൂസിൽ പ്രേക്ഷകർ വെറുക്കപ്പെട്ടു പോയ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും ഒരു കാരണമാണ്. മാത്രമല്ല, തിരഞ്ഞെടുക്കുന്ന കഥകളൊക്കെ വളരെ മോശമായിരുന്നു. ദിലീപ് ചെയ്ത പടങ്ങൾ ഒരു 90% വളരെ മോശമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ദിലീപിന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ദിലീപ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് ഈ പവി കെയർടേക്കർ എന്ന സിനിമയിലൂടെ. കൊച്ചി നഗരത്തിലെ ഒരു പ്രമുഖ ഫ്ലാറ്റിലെ കെയർടേക്കറാണ് പവി. വളരെ സീരിയസ് ആയി കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് പവി എന്ന് പറയുന്ന ദിലീപിൻ്റെ കഥാപാത്രം. പക്ഷേ പവി ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ആന മണ്ടത്തരങ്ങളിലാണ് അവസാനിക്കാറ്. അങ്ങനെയുള്ള പവിയുടെ ജീവിതത്തിലെ അദൃശ്യ സാന്നിധ്യമായി ഒരു പെൺകുട്ടി എത്തുമ്പോൾ അതുമായി തുടർന്നുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചിരിയുടെ ഒരു മാലപ്പടക്കം തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. രണ്ടാം പകുതിയിൽ ദിലീപ് ഒരു റൊമാൻറ്റിക് മോഡിലേക്ക് സിനിമയെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ചിരിക്ക് ഒട്ടും കുറവ് വരുത്തിയിട്ടുമില്ല. പഴയ ദിലീപിനെ വീണ്ടും നമ്മൾ തിയേറ്ററിൽ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന രീതിയിലേക്കുള്ള പല രംഗങ്ങളും വീണ്ടും ഈ സിനിമയിലുണ്ട്. അതൊക്കെ നമുക്കൊരു ആശ്വാസം പകരുന്ന, അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ വക നൽകുന്ന, അല്ലെങ്കിൽ പഴയ ദിലീപിനെ കാണുന്ന ഒരു രീതിയിലാണ് നമ്മൾ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക. അഭിനയത്തിലെന്ന പോലെ സംവിധാനത്തിലും മികച്ച സാന്നിധ്യമായി മാറുകയാണ് വിനീത് കുമാർ എന്ന നടൻ. റൊമാൻസും തമാശയും ആക്ഷനും എല്ലാം കൃത്യമായ അളവുകളിൽ ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു സിനിമ എടുത്തിരിക്കുന്നു. അത് ജനങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ദിലീപ് സിനിമ എന്നുള്ള ഒരു കണക്കൂട്ടലായിരിക്കും നമ്മൾ പോകേണ്ടത്. ഒരുപാട് അടിപൊളി അന്വേഷിച്ച് പോയാൽ കിട്ടില്ല. അതുപോലെ ഈ യൂത്തിന് പറ്റിയത് ഒന്നും പറയാൻ പറ്റില്ല. അത് യൂത്ത് ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു സിനിമയാണോ എന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും യൂത്തിനും കോമഡികൾ ഇഷ്ടപ്പെടുന്ന യൂത്തിനും ഈ സിനിമ ഇഷ്ടപ്പെടാം. ദിലീപിനൊപ്പം എത്തുന്ന 5 പുതുമുഖ നായികമാരാണ് പവി കെയർടേക്കറിൻ്റെ മറ്റൊരു പ്രത്യേകത. ദിലീപിനെ കൂടാതെ ജോണി ആൻ്റണി, രാധിക ശരത് കുമാർ, ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയവരുടെ പ്രകടനവും വളരെ മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു. റോംകോം സിനിമയായി എത്തി ഈ അടുത്ത കാലത്ത് വലിയ വിജയം നേടിയ സിനിമകൾക്ക് ലഭിച്ച വലിയ പൊട്ടിച്ചിരി തന്നെയാണ് ഈ സിനിമയും നമുക്ക് സമ്മാനിക്കുന്നത്. ദിലീപിൻ്റെ വൺ മാൻ ഷോ ആയി വിശേഷിപ്പിക്കുന്ന പവി കെയർടേക്കർ പ്രേക്ഷകരെ ഒരു തരി പോലും നിരാശപ്പെടുത്തുന്നില്ല. വരാനിരിക്കുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ളതൊന്നും ഈ സിനിമയിലില്ല. യഥാർത്ഥ ജീവിതത്തിലെ നന്മകളും ബന്ധങ്ങളുടെ കെട്ടുറപ്പും കരുതലും വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകളുമുണ്ട്.
പെരുമ്പറ മുഴക്കിയുള്ള വലിയ പ്രൊമോഷൻസ് ഒന്നുമില്ലെങ്കിലും തിയേറ്ററിൽ തന്നെ കാണാൻ കൊള്ളാവുന്ന നല്ലൊരു സിനിമയാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ സിനിമയ്ക്കെതിരെയും ഡീഗ്രേഡിങ് ഒരുപാട് നടക്കാം. ദിലീപിൻ്റെ സിനിമയിൽ മാത്രമല്ല, ദിലീപിന് വെളിയിലും ഒത്തിരി ശത്രുക്കളുണ്ടെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഈ സിനിമയ്ക്കെതിരെ ഡീഗ്രേഡിങ് നടക്കും. പക്ഷേ അതൊന്നും നിങ്ങൾ കണക്കിലാക്കരുത്, അല്ലെങ്കിൽ കണക്കിലെടുക്കരുത്. കാരണം സിനിമ നല്ല സിനിമയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, കുടുംബസമേതം കാണാൻ കൊള്ളുന്നൊരു സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.